വയനാട് ചുരം കയറി വരുന്ന ആരും വയനാട് കഴിഞ്ഞാൽ ഒരു മരവും അതിൽ ഒരു ചങ്ങലയും കാണും. ആരാണ് കരിന്തണ്ടൻ? എന്താണ് അതിനു പിന്നിലുള്ള കഥ? വർഷം 1799. വയനാടൻ കാടുകളിൽ താമസിക്കുന്ന പണിയർ എന്ന ഗോത്രവിഭാഗത്തിന്റെ നേതാവാണ് കരിന്തണ്ടൻ. സാധാരണക്കാരിൽ നിന്നും വ്യത്യസ്തമായി അതിശക്തനായിരുന്നു അദ്ദേഹം. വയനാടൻ ഉൾവനങ്ങളിലെ സുഗന്ധവ്യഞ്ജനങ്ങൾ കൊള്ളയടിക്കാൻ ബ്രിട്ടീഷുകാർ ആദ്യം സമീപിച്ചത് അടിവാരത്തെ പ്രമാണിമാരെയും പിന്നീട് സമീപിച്ചത് കരിന്തണ്ടനെയുമായിരുന്നു. അങ്ങനെ ബ്രിട്ടീഷുകാർ ദിവസങ്ങളോളം പരിശ്രമിച്ചിട്ടും സാധിക്കാത്ത കാര്യം കരിന്തണ്ടന്റെ കൂടെ മണിക്കൂറുകൾ കൊണ്ട് സാധിച്ചു. 3 കുന്നുകളും കടന്ന് അവർ വയനാടൻ കുന്നുകളിലെത്തി. ചുറ്റും വൈവിധ്യമാർന്ന പല ചെടികളും വൃക്ഷങ്ങളും, അപ്പുറം ടിപ്പുവിന്റെ മൈസൂരും. ഈ വയനാട് പാത വഴി മൈസൂരിൽ എത്തിച്ചേരുക എന്ന ലക്ഷ്യവും ബ്രിട്ടീഷുകാർക്കുണ്ടായിരുന്നു. എന്തായാലും പാത കണ്ടുപിടിച്ചു കഴിഞ്ഞു. എന്നാൽ ഇതുവഴി റോഡ് കൊണ്ടുവരാൻ കരിന്തണ്ടൻ സമ്മതിക്കില്ല എന്ന് അവർക്കറിയാമായിരുന്നു. അതുകൊണ്ടുതന്നെ കരിന്തണ്ടനെ കൊന്നുകളയാം എന്ന് അവർ തീരുമാനിച്ചു. എന്നാൽ അതിശക്തനായ കരിന്തണ്ടനെ അത്ര എളുപ്പത്തിൽ കൊല്ലാൻ കഴിയില്ല എന്ന് മല കയറുന്ന വേളയിൽ തന്നെ അവർക്ക് മനസ്സിലായതാണ്. പിന്നീട് ഉറങ്ങിക്കിടക്കുമ്പോൾ കരിന്തണ്ടൻ അഴിച്ചുവെച്ച അധികാരചിഹ്നമായ വള മോഷ്ടിക്കുകയും അത് കാണാതെ മാനസികമായി തളർന്നു നിൽക്കുന്ന സമയം വെടിവെച്ച് കൊല്ലുകയുമാണ് ബ്രിട്ടീഷുകാർ ചെയ്തത്. വനമൃഗം ആക്രമിച്ചു കൊലപ്പെടുത്തി എന്നും പറഞ്ഞ് പണിയർക്ക് തന്നെ മൃതദേഹം വിട്ടു നൽകി. മലമുകളിൽ കരിന്തണ്ടന്റെ ചടങ്ങുകൾ നടക്കുമ്പോൾ തന്നെ ചുരം പണിയാനുള്ള പണികൾ ബ്രിട്ടീഷുകാർ തുടങ്ങിയിരുന്നു. പിന്നീട് ബ്രിട്ടീഷുകാർ ചുരം പണിതു. എന്നാൽ പിന്നീട് മല കയറി വരുന്ന കാളവണ്ടികൾ നിരന്തരം അപകടത്തിൽപ്പെടാൻ തുടങ്ങി. അങ്ങനെ ഒരു ജ്യോത്സ്യനാണ് പറഞ്ഞത് കരിന്തണ്ടന്റെ ആത്മാവ് അവിടെ ഉണ്ട് എന്നും കരിന്തണ്ടനെ ഒരു ചതിയിലൂടെയാണ് കൊലപ്പെടുത്തിയത് എന്നും. പിന്നീട് എല്ലാവരും കൂടെ ചേർന്ന് നീണ്ട പല ചടങ്ങുകളും ചെയ്ത് കരിന്തണ്ടന്റെ ആത്മാവിനെ ഒരു മരത്തിൽ തളയ്ക്കുകയാണ് ചെയ്തത്. ചുരം കയറി വയനാട്ടിലേക്ക് എത്തിയ ആർക്കും അവിടെ കരിന്തണ്ടനെ കാണാം. യഥാർത്ഥ ചുരത്തിന്റെ ശില്പി. മലയിറങ്ങി വരുന്നവരെയും വയനാടിനെയും സംരക്ഷിക്കാൻ കരിന്തണ്ടൻ ഇന്നും വയനാട്ടിൽ കുടികൊള്ളുന്നു.